ആത്മാഭിമാനവും അഭിമാനബോധവും എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ എന്താണ് അവ കൊണ്ട് വിവക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണമല്ലോ. ഞാനൊരു കഥ പറയാം. ഒരു കാട്ടിൽ കാട്ടാറിൻ്റെ തീരത്തുകൂടെ ഒരു സിംഹം ഇര അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. സിംഹം കുറേ സമയം നടന്നു വിശന്ന് വലഞ്ഞിട്ടും അതിന് ഒരു ഇര പോലും കിട്ടിയില്ല. അപ്പോഴാണ് കുറച്ചകലെ ഒരു ആമ മെല്ലെ മെല്ലെ നടന്നു പോകുന്നത് കണ്ടത്. ആമയെങ്കിൽ ആമ, സിംഹം ആമയെ പിടിച്ചു. തിന്നാൻ തുടങ്ങുന്ന സമയത്ത് ആമ പറഞ്ഞു, രാജൻ, ഏതായാലും നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണല്ലോ. അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. ഒന്ന് ഈ മണ്ണിൽ കിടന്നുരുളണമെന്നുണ്ട്. സിംഹം പറഞ്ഞു, ഒരു വല്ലാത്ത ആഗ്രഹമാണല്ലോ, ശരി എന്ന് പറഞ്ഞ് സിംഹം ഈ ആമയെ താഴെ വെച്ചു. ആമ ഉടനെ തന്നെ 4-5 തവണ മണ്ണിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉരുണ്ടും മറിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു. സിംഹം ആമയെ എടുത്തുകൊണ്ട് ചോദിച്ചു, ഈ മരിക്കാൻ പോണ സമയത്ത് എന്തിനാണ് നീ ഇങ്ങനെ മണ്ണിൽ കിടന്ന് ഉരുണ്ടത്? അപ്പോൾ ആമ പറഞ്ഞു, രാജൻ, ഞാൻ രാവിലെ ഇര അന്വേഷിച്ചുകൊണ്ട് കുടുംബത്തിൽ നിന്ന് വന്നതാണ്. എൻ്റെ ഇണയും എൻ്റെ കുട്ടികളും എൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നുണ്ടാകും. പക്ഷേ കുറേ നേരം അവർ കാണാതിരുന്നാൽ അവരെന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അപ്പോൾ താങ്കൾ തിന്ന് ഉപേക്ഷിച്ച എൻ്റെ തോട് കാണുമ്പോൾ അവർ മനസ്സിലാവും ഞാൻ മരിച്ചു എന്ന്. അപ്പോഴവർ ഈ അടയാളങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ അവർ മനസ്സിലാക്കും നമ്മുടെ അച്ഛൻ മരിച്ചത് അവസാനം വരെ പോരാടിയിട്ടാണ് എന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മണ്ണിൽ കിടന്നുരുണ്ട് അടയാളമുണ്ടാക്കിയത്. ഇതാണ് ആത്മാഭിമാനം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ആന്തരികമായ മൂല്യബോധത്തെയാണ് ആത്മാഭിമാനമെന്ന് പറയുക. മറ്റുള്ളവർ എന്തു ചെയ്താലും ഏത് സാഹചര്യത്തിലും നമ്മുടെ മൂല്യബോധത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ആത്മാഭിമാനം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഇനി അഭിമാനബോധത്തെക്കുറിച്ച് പറയാം. നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിലും സമൂഹത്തിൽ നമ്മുടെ മതിപ്പ് ഉയരുന്നതിലും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മെ പ്രശംസിക്കുന്നതിലും നമുക്ക് തോന്നുന്ന ഒരുതരം സന്തോഷമുണ്ടല്ലോ, ഒരു ബാഹ്യ സന്തോഷം. അതിനെയാണ് അഭിമാനബോധം എന്ന് പറയുന്നത്. ഇത് പക്ഷേ അതിര് കടക്കരുത്, വളരെ ശ്രദ്ധിക്കണം. കാരണം അഭിമാനബോധവും അഹങ്കാരവും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. അതുകൊണ്ട് പാകത്തിന് അഭിമാനബോധവും ഉറച്ച ആത്മാഭിമാനവുമുള്ളവരായി മാറുക. സമൂഹത്തിൽ നമ്മുടെ നിലവാരം ഉയർന്നുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ അന്തസ്സ് വർദ്ധിക്കുകയും ചെയ്യും.